കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കൊരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കോണാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു മുട്ടയുടെ കൂട്ടുണ്ടാക്കണം. ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. 1/4 കപ്പിൻ്റെ വേണമെന്നില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തന്നെ പാലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുക. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് ഉരുകി വരാൻ തുടങ്ങുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പം ഞാനിതേ ബട്ടർ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്യുക. കൂടുതൽ നേരം അതിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ, അപ്പോൾ ബ്രെഡ് അലിഞ്ഞിട്ട് അങ്ങ് പൊടിഞ്ഞു പോവും. എന്നിട്ട് ഇതിനെ നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കുക. പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒരു സമയത്ത് 3-4 എണ്ണമൊക്കെ വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 2 സൈഡും ഒരുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ 2 സൈഡും നല്ല പോലെ ടോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബട്ടർ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത ബാച്ച് നമ്മൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവനും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോക്ക് താഴെ കയറുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ എൻ്റെ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.